അങ്കിള് വിളിച്ചിട്ട് എടുക്കാത്ത സ്ഥിതിക്ക് ഇവിടെ തന്നെ ഉണ്ടാവും. എന്താ ഉറപ്പ്? അങ്കിൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പുഷ്പലത ആന്റി കളഞ്ഞിട്ട് പോകുന്നല്ല വൃത്തിക്കറിയാം. അതുകൊണ്ട് എന്തായാലും പോവൂല. ആ നിന്നോടൊരു കാര്യം, സംഗതി നമ്മുടെ ആന്റി അങ്കിളാണ്, നമുക്ക് അത്രയും സ്വാതന്ത്ര്യം അവരോടുണ്ട് എന്നും വെച്ചിട്ട് വായി കൊള്ളത്തെങ്ങാനും വിളിച്ച് പറഞ്ഞാൽ നിനക്ക് നല്ല വീക്ക് ഞാൻ തരും. ഒന്നാമത് നിനക്ക് ദേഷ്യം വന്ന എന്തോ നീ പറയുന്നത് നിനക്ക് തന്നെ അറിയത്തില്ല അല്ലേ ചേച്ചി? അതോട് പറഞ്ഞ കുറച്ചാട്ടാ. അതെ, ഞാൻ ഒരു കാര്യം പറയാം. ദയവ് ചെയ്ത് ആരുടെയും സൈഡ് പറ്റി സംസാരിക്കാൻ നിൽക്കരുത്. അങ്ങനെ എങ്ങാനും ചെയ്ത കറങ്ങി തിരിഞ്ഞ് നമ്മുടെ തലയിൽ തന്നെ വരും. നമ്മൾ ഇത്രയും കൂടെ സംസാരിക്കേണ്ട വലിയ കാര്യമുണ്ടോ? ചിലപ്പോ അവരുടെ പ്രശ്നമൊക്കെ തീർന്നെങ്കിലോ? നമ്മളിവിടെ പറഞ്ഞൊക്കെ വെറുതെ ആയില്ലേ? എനിക്ക് തോന്നണല്ല. എന്തായാലും നമ്മളെ കൊണ്ട് രമ്യത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന അത്രയും നമുക്ക് ശ്രമിക്കാം. ബാക്കി നമുക്കങ്ങ് വിട്ടുകൊടുക്കാം. വിളി അങ്കിളേ അങ്കിളേ ഉണ്ടാ തീന്ന കേറി വാ മക്കളെ. ആന്റി അവിടെ? ആന്റി എനിക്കെങ്ങനെ അറിയാം? ഗൗരവത്തിലാണല്ലോ. എന്നാ പിന്നെ നമുക്കും ഗൗരവത്തിൽ സംസാരിക്കാം. നിങ്ങൾ ചായ കുടിച്ചാ? ഇല്ല, ചായ കുടിച്ചില്ല. അങ്ങളെ, ഞങ്ങള് മനഃപൂർവ്വം ആന്റിയുടെ മുമ്പിൽ വെച്ചൊരു കാര്യം പറയാതിരുന്നതാ. സത്യം പറഞ്ഞല്ലോ, അങ്കിളിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ വേണ്ടി ഞങ്ങളുടെ കയ്യിൽ ഒരു പോയിന്റ് പോലും ഇല്ല. അതുകൊണ്ട് ആന്റി കേക്കും. അതുകൊണ്ട് അങ്കിളിന് ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ആന്റിയുടെ കൈയും കാലും പിടിക്കേ കരയേ എന്താന്ന് വെച്ചാ ചെയ്യേ. വേറെ മാർഗമൊന്നും ഞാൻ കാണുന്നില്ല. പിന്നെ അങ്കിളുടെ ഈ അല്ലറ ചില്ലറ ഉടായ്പ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിർത്തുവാണെങ്കിൽ അതും നല്ലതായിരിക്കും. എന്താ നോക്കി പഠിപ്പിക്കണേ? കുറെ കൊല്ലം അങ്ങളെന്ന് പറഞ്ഞ് വിളിച്ച് നടന്നതല്ലേ. അതുകൊണ്ട് സ്വന്തം അങ്ങളാണെന്ന് വിചാരിച്ച് പറയണതാ, സ്നേഹം കൊണ്ട് പറയണതാ. മക്കളെ, നിങ്ങളെ കൂടെ കളിച്ചും ചിരിച്ചും ചൂണ്ടയിട്ട് നടക്കുന്ന ഭാഷ എങ്ങനെ നിങ്ങൾക്ക് അറിയാവൂ? അതിനു മുമ്പ് ശരിക്കൊരു ഭാഷയുണ്ട്. ആ ഭാഷ നിങ്ങൾക്ക് അറിഞ്ഞൂടാ കേട്ടാ. ശിവ, നിങ്ങൾക്ക് അറിഞ്ഞൂടാ. നമുക്ക് അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് തന്നെ, വേറെ അലവലാതില്ലായിരുന്നു. ഒരു കാര്യം ചോദിച്ചോട്ടെ, പ്രാവച്ചമ്പലത്ത് ഒരു മനുഷ്യൻ നിങ്ങളെ കണ്ണെടുത്താ കണ്ടു പറ്റും? ഒന്നും കൂടെ രാവിലെ വേഷം കെട്ടി ഇറങ്ങിയിരിക്കണല്ലേ മനുഷ്യനെ പരിഹസിക്കാൻ. അങ്ങളെ അത് വിട്. അങ്ങളെ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഈ കാര്യത്തിൽ അങ്ങളുടെ ഭാഗത്താണ് 101% ഫോൾട്ട്. അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം? മര്യാദയ്ക്ക് അതിൻ്റെ കാലേ വീണ് 2 സോറിയും പറഞ്ഞ് മര്യാദയ്ക്ക് അങ്ങ് ജീവിക്കാം. അതല്ലേ നല്ലത്? ബാസിയെ വേണമെങ്കിൽ മുണ്ടും മുറുക്കി കൊടുത്ത് പട്ടിണി കിടക്കും. പക്ഷെ ആരെ അടിമയായിട്ട് ജീവിക്കാൻ ബാസിയെ കിട്ടൂല. ബാസിയെ കിട്ടൂല. ശരി, ഒന്നുമില്ല. അതെ, ഫോൺ വിളിച്ചിട്ട് എടുത്തില്ലല്ലേ, അതുകൊണ്ട് തന്നെ ചത്തോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി വന്ന് നോക്കിയത്. ചത്തില്ലെന്ന് മനസ്സിലായി, ഞങ്ങൾ പോണ. ഇവിടെ ഇദ്ദേഹം മാത്രല്ലല്ലോ ഉള്ളത്, ഇവിടെ ഒരു ഭാര്യയും കൂടി ഇല്ലേ. ആന്റിനെ കണ്ടിട്ട് പോവാ. കാണാൻ പോവണോ? ആണെങ്കിൽ കാണാൻ പോവണമെങ്കിൽ എന്റെ കാര്യം കൂടെ ഒന്ന് സൂചിപ്പിച്ചാലേ. എന്താന്ന് സൂചിപ്പിക്കാതിരിക്കണേ? എനിക്ക് അവളെ കൂടെ ജീവിക്കാൻ സമ്മതമാണെന്ന് പറഞ്ഞല്ലേ. ഞാൻ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞല്ലേ. അയ്യോ, ആന്റി പിന്നെ കൊതിച്ചിരിക്കുവാണല്ലോ അങ്ങളുടെ കൂടെ ജീവിക്കാൻ. അത് പോയങ്ങളെ. പിന്നെ ഞാനും എന്റെ ചില അകന്ന ബന്ധുക്കളെയൊക്കെ വിളിച്ചിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ അവരും അറിയട്ടെ. വേഗം വിളി. ഈ വിളി അങ്ങ് ചെന്നിട്ടാണ് അവർക്ക് വണ്ടിയും പിടിച്ചിങ്ങ് വന്നിട്ട് ഈ പ്രശ്നം മുഴുവൻ സോൾവ് ആക്കി തരാൻ അല്ലേ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങനെ വിളിച്ചു പറഞ്ഞാല് വരാൻ ഒരാളെങ്കിലും ഉണ്ടാകും? നിങ്ങളെ പോലെ മെനക്കെട്ട് ആര് കിടക്കണ്? അവർക്ക് വേറെ വേലയുണ്ട്. കേശവ നിങ്ങൾ വന്ന ചിലപ്പോണ്ടല്ലോ. ആന്റിനെ കാണാൻ പോന്ന്. അവളെ കാണാൻ പോണേക്കെ കൊള്ളാം. പക്ഷെ അതിന് മുന്നേ ഇന്നലെ വീണില്ലേ, ഇടിച്ചടാ തലയടിച്ച് അവിടുവാണെങ്കിൽ അനക്കാൻ വയ്യേ. നിങ്ങൾ ഡ്രസ്സ് മാറ്റി ഇവിടെ ഇരുത്തിയില്ലേ, ആ ഇരിപ്പാണ്. അവളൊരു വെള്ളവും തന്നില്ല, പിടിച്ച് എഴുന്നേപ്പിച്ചില്ല. എനിക്കൊന്ന് കിടന്നാൽ മതി. അതിനിപ്പോൾ ബാത്റൂമിൽ ഒന്ന് പോണോടാ. ക്യാഷ് പിടിച്ചാണ് മക്കളെ. അപ്പൊ ശബ്ദം ഒരുമാരായി പേരുടെ ഇവിടെ എന്ത് അതൊക്കെ. പക്ഷേ നിങ്ങളിങ്ങനെ അത്യാവശ്യപ്പെട്ട് പിടിക്കേണ്ടിരുന്നു. പോണ സമയത്ത് പിടിച്ച് എഴുന്നേൽപ്പിച്ചാലും മതിയായിരുന്നു. കാര്യം